എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും ആരിസും നമ്മളെ മാട്ടയും മൂന്നാളും കൂടിയിട്ട് ഖത്തറിലെല്ലാം ഒന്ന് പോയിട്ട് അടുത്ത വീഡിയോയും കാഴ്ചകളെല്ലാം കാണിക്കാന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. അങ്ങനെ എൻ്റെ വണ്ടി എടുത്ത് ആരിസ് പോയിട്ടുണ്ട്. അപ്പൊക്ക് വേറെ പണി കിട്ടി. മാമയും ഡ്രൈവറെല്ലാം കൂടി സൗദിയിലേക്ക് പോയിട്ടുണ്ട്. സൗദിയിലേക്ക് പോകുമ്പോൾ ബോർഡറിൽ എത്തി നോക്കുമ്പോഴേക്ക് ഇപ്പോൾ ഡ്രൈവറെ പാസ്പോർട്ട് എടുത്തിട്ടാണ് നോക്കിയാൽ. ഇനിയിപ്പോൾ അതുമായിട്ട് ഞാൻ ബോർഡറിനേക്ക് നോക്കാമെന്ന്. ഇനിയിപ്പോൾ പ്ലാനിങ് മൊത്തം മാറ്റി. ഏതായാലും പെട്ടെന്ന് പാസ്പോർട്ട് ബോർഡറിന് എത്തിക്കണം. ഇവിടുന്ന് ഏകദേശം 80-85 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ അടുത്തേക്ക് വിടുകയാണ്. എൻ്റെ വണ്ടിയാണെങ്കിൽ ആരിസ് കൊണ്ടുപോയിട്ടുണ്ട്. ആരിസിനോട് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരമാവധി വേഗം നടക്കുന്ന റോട്ടിലേക്ക്. ഹലോ, മാമ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചങ്ങായി ഇനിയും വന്നില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന്. മാമനോട് ഇളകിയെന്നും പറഞ്ഞു. നോക്കിയാ ഈ ചങ്ങായാണെങ്കിൽ ഇനിയും വന്നില്ല. റബ്ബേ, എന്താ ചെയ്യാ? يجي طريق شوية. يدخل لازم سيارة ما في مشكلة بس أنا مال هذه ما في. أنا باسبورت يبي ممكن لا أنا جيب دقيقة. ഇപ്പം അതിലും വലിയ വിറ്റെന്ന് പറഞ്ഞെങ്കിൽ ഈ പാസ്പോർട്ട് ഞാൻ ബോർഡറിലേക്ക് കൊണ്ടുകൊടുക്കാൻ പോകുമ്പോൾ അവർ ഓൾറെഡി ഖത്തർ എങ്ങനെയാണ് കിടക്കുക പാസ്പോർട്ട് ഇല്ലാണ്ട്? പാസ്പോർട്ട് ഇല്ലാണ്ട് എങ്ങനെ ഖത്തർ കിടക്കുക? അതെ, അപ്പൊ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പോലും മാമക്ക്. ഇനിയിപ്പോ എന്റെ പാസ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറണോ? അന്നേരം ഈ പാസ്പോർട്ട് ഇല്ലാണ്ട് എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറ്റി വിട്ടത് ഡ്രൈവറാ? നോക്കാം. ഇനിയിപ്പോ എന്റെ പാസ്പോർട്ട് എടുക്കാൻ പോകാന്ന് റൂമിൽ പാസ്പോർട്ട് എടുത്തിട്ട് പോകണം. മാമന്റെ അടുത്ത് പോകണില്ല. വേമ്പടി ഈ ഹംക്കേതാള് ഇത് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോ ഇങ്ങനെയാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു വണ്ടി ലോക്കാവും മുമ്പില്. അപ്പൊ എന്റെ പാസ്പോർട്ട് എടുക്കട്ടെ, എന്താ ചെയ്യാ? പാവ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മള് പാസ്പോർട്ട് എടുക്കട്ടെ. നമ്മളെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടാ വിളി. എന്റെ പാസ്പോർട്ട് കൊടുത്തു. അതാ റഷീദ്, അബ്ദുൾ റഷീദ്. എൻ്റെ പാസ്പോർട്ട് എടുത്ത് നമ്മൾ നമ്മളെടുത്ത് വേഗോടാ വിട്ടോ പോട്ടോ. സൗദി അറേബ്യ അല്ല, ഞാനാ ഡ്രൈവർ. ഇത് മറ്റേ പരിപാടിയാണ് കേട്ടോ. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അല്ലാ, ഡ്രൈവർ മാറി. എന്നാ സൗദി അറേബ്യ കത്തിച്ചു പിടിയാന്ന് 30-40 കത്തിച്ചു പിടിയാന്ന് മനുഷ്യരെ. ശരിക്കും എനിക്കിപ്പം ബോർഡർ കടന്നിട്ട് അവരുള്ളതെങ്കിൽ അനക്കിപ്പം ബോർഡറിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്റെ വണ്ടിക്ക് 1000 റുപ്യ ഫൈൻ ഉണ്ട്. 1000 റുപ്യ ഫൈനുള്ളതുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അവര് ചിലപ്പോ ഖത്തർ ബോർഡറിനാണ് ഉണ്ടാവുക. കാരണം ഈ ബംഗ്ലാദേശ് പാസ്പോർട്ട് ഇല്ലാണ്ട് ഖത്തർ ബോർഡർ എന്തായാലും കടക്കാൻ കഴിയില്ല. അന്നേരം അവര് ഖത്തർ ബോർഡറിനാണ് ഉണ്ടാവുക. മിക്കവാറും എനിക്ക് ബോർഡർ കിടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ആവശ്യം ഉണ്ടാവും മിക്കവാറും. ഏതായാലും എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടാളുടെ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ID കാർഡ് ഇല്ലടാ, ID കാർഡും ഉണ്ട്. എന്തായാലും നോക്കാം. നമുക്ക് 30-40 സ്പീഡിലാണ് പോകുന്നത്. കത്തിച്ചു പിടിയാണ്. അപ്പൊ നമ്മള് അബുനക്കല കഴിഞ്ഞേ ഉള്ളൂ. നോക്കിയാൽ ഇനി 68 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് നോക്കാം എത്ര ടൈം കൊണ്ട് എത്തുമെന്ന്. ഇപ്പോ 7:56, 8 മണിയാനായി. നമുക്ക് നോക്കാം എത്ര ടൈം കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുമോ. മാനസികം പിടിച്ച ആള് ഓടിക്കുന്ന ഡ്രൈവ് ചെയ്യുന്നത്. എടാ, വീട് എത്തുമ്പോക്ക് ഏകദേശം 25 കോള് വന്ന്. അതിലേക്ക് പോലീസാ വിളിക്കുന്നത്. ഇവിടെ എത്തി അവരടക്കുന്നത് ബോർഡറിന്റെ ആ ട്രാക്കിൽ തന്നെ പിടിച്ചിട്ടിട്ടുണ്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞു 30 കിലോമീറ്റർ ഉണ്ട് ഇനിയോ. ശരിക്കും 35 കിലോമീറ്റർ ഉണ്ട് ഇനിയോ. 25 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് റഡാറ് ഇത് സ്പീഡ് പോവാന്ന് ചോദിച്ചാൽ ഇപ്പൊ നോക്കിയാ 140 എത്തി. 140-ലൊന്നും പോയിക്കൂടെ ശരിക്കും. ഈ വണ്ടി ഇങ്ങനെയെല്ലാം പോവില്ല. എനിക്ക് നിന്നെ സമ്മതിക്കണം. എനിക്ക് പേടിയില്ലല്ല. ഇങ്ങനെയാണ് ഇത്. നമ്മുടെ സൗദിയിലേക്കുള്ള ബോർഡറാണിത്. ഇവിടെ തന്നെയാണോ പാർക്കിംഗ്? كيف داخل أنا في وقف مني هذه. മൊത്തം പണി കിട്ടി. എക്സിറ്റ് ആകാണ്ടെങ്കിലും പണിയുണ്ട്. ഫുള്ള് പണി കിട്ടുക.
ഫുള്ള് തൊല്ലേ. ഓൻ പോകുന്നു പോലും. ഓൻ ഉള്ളാകുമ്പോൾ വേഗം പേപ്പർ ക്ലിയർ ആക്കി തരും. നിൻ്റെ പേരില്ലാണ്ട് നിന്നാണെന്ന് വിടൂല. വേമ്പാ. ഓ അപ്പൊക്ക് ആർസിനെയും കൂട്ടി വന്നു കേട്ടാ. ആർസിൻ്റെ ഇതും അടിച്ച് ID-ൻ്റെ നമ്പറും ഇതിൻ്റെ കയറ്റി ഒരു ചങ്ങായി വിളിച്ചു കൊടുക്കുന്നുണ്ടോ ചോറയാക്കിയിട്ട് അവൻ്റെ ലോട്ട. അപ്പോൾ രണ്ടും കൂടി ഇനി നമ്മൾ വേറെ വൈക്കൂട്ടിയാണ് പുറത്തേക്ക് പോകേണ്ടത് പോലും. അത് ഇരുകൂട്ടിയാണ് പോകേണ്ടത് എനിക്കറിയില്ല. ആർസിനറിയാൻ തോന്നുന്നു. ആർസിനറിയില്ല. നമ്മൾ രണ്ടാൾ കത്താറെ പോണ്ട ആൾക്കാരല്ലേ. എന്തായാലും സാധാരണ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി പുറത്തേക്ക് പോയെന്ന് ആർസിനെ മിക്കവാറും പിടിച്ചു നോക്കുന്നു. ഇതെന്നാ അയ്യോ നെറ്റ് പോയിക്കൂടെ? അതാ നട്ട പക്കാല അതിൻ്റെ ഉള്ളിലുള്ള സൂപ്പർ മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയ പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് എനിക്ക് പറയുന്ന ടൈഡ്. ഇതാണോ മറ്റേ വണ്ടി? ആശേ ഇവിടെ ചേക്കൂല. അതാ ചോദിക്കുമ്പോൾ കൊടുക്കാം. كم عدد؟ اثنين. اوكي اول الكولدر اليسار. നിന്റെ ഐഡിയ കൊടുത്തു. അതിൻ്റെ ഐഡിയ കാണിക്കേണ്ടി വരും. വേണ്ട നീയാ പറയില്ല. അതൊന്നും വേണ്ട അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം എല്ലാവർക്കും ബാധകല്ലേ. എനിക്ക് എന്നാ നീ അവിടെ ചോദിച്ചു. അല്ല അവൽ കൗണ്ടർ പോലെ ഫുൾ തിരക്ക്. വെൽക്കം ടു ഖത്തർ. इसने നമുക്ക് പേപ്പർ വേണ്ട. ആ ഇനി വീടിന് എങ്ങനെ പുറത്തിറക്കാൻ നോക്കുന്നു. വെൽക്കം ടു ഖത്തർ. അങ്ങനെ ഞാനും 1000 പൈസ ഇല്ലാണ്ട് സൗദി പോയി വന്ന്. എന്തല്ലായിരുന്നു പുകില്. അയ്യോ ഒരു 10-20 മിസ് കോളും അല്ല 10-20 കോളും. അതാ പോലീസാ സംസാരിക്കുന്നത്. എടാ ഇതിലൂടെ പോയാൽ അങ്ങ് ഇടിയത്തടാ ബോർഡറിലെത്തടാ. നിങ്ങക്ക് ഫുഡ് വേണ്ട. ഇവിടെ നിന്ന് കുറച്ച് വെള്ളം കാണിക്കാണ്ട് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഇപ്പൊ ചായ കാണിക്കാം. പ്രഷർ ഒരു കാര്യം ഇവിടെ കൊണയില്ലാന്നാ. ഈ പമ്പിന്റെ ഉള്ളിലാണ് ഏറ്റവും നല്ല ഫുഡ്. ദോഹേന്ന് ആൾക്കാർ വന്ന് കഴിക്കുന്നത് ഇവിടുന്ന്. ആ എണ്ണ അടിക്കണം പറയുമ്പോൾ. എടാ ഭയങ്കര തിരക്കുണ്ടല്ലോ. എല്ലാരും പെരുന്നാളിന് നാട്ടിൽ പോകുന്നുണ്ടാ. അല്ല സൗദിയിലേക്ക് മുങ്ങിയെന്ന് എല്ലാരും. ആ ഒന്നാമത് ലീവായില്ലല്ലേ. ഖത്തറികളെ ലീവായില്ലേ? ലീവായില്ലേ? ലീവ് കുറവാണെങ്കിലും ഇവര് 2 ദിവസം ലീവ് കിട്ടിയ എല്ലാരും ഓടുന്നു. ഇത് സൗദി വണ്ടി. എടാ ഇതെല്ലാം മലയാളീസിന്റെ ഫുള്ള് എല്ലാം മലയാളിയാണ്. ഇവിടെ ആടി എത്താൻ ചായ ഉണ്ട്. ഏടുന്ന് വണ്ടിക്കലും വാങ്ങാം. ആടുന്ന കറക്ക ആടെ വണ്ടി വെച്ച് ഇവിടെ വെച്ചാൽ മതി. അപ്പൊ ഞാനും ആരിസും അങ്ങനെ തിരിച്ചു പോകുന്നു. ഒന്നും കൂടി കയറിയാലോ അതിൻ്റെ ഉള്ളിലേക്ക്? വേണ്ട, ഒന്ന് കയറി എൻ്റെ പുലിവാലെന്നെ തീർന്നിട്ടില്ല. പോരാട്ടിൻ്റെ തള്ളേ ആ ചങ്ങായി ഡ്യൂട്ടി മാറി. ഡ്യൂട്ടി മാറിയിട്ടില്ല. ആ ചങ്ങായി ഡ്യൂട്ടി മാറിയില്ല. ഓൻ്റെ കയ്യോനയക്കുന്നു. മോന്താ മാമക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഇത്ര സമയം ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അവര് പാർക്കിങ്ങിലാണ് ഉള്ളത്. മാമയല്ലോ ഇവനിക്ക് വലിയ തിരക്കൊന്നുമില്ല. എങ്കിലും മാമക്ക് വേണ്ടിയിട്ടാണ് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്. എല്ലാം ബംഗാളിയായി പോയി, ഇഞ്ഞും ബംഗാളിയായി പോയി, മാമാന്റെ കൂടെ പോയതും ബംഗാളിയായി പോയി. കറ എന്റെ പുതിയ ഷർട്ട് അല്ല ഇതായിരുന്നു പുതിയ ടീഷർട്ട്. ലുലുന്ന് കാണിച്ചേ. അത്രയല്ല. അപ്പം ബോർഡറിനെ ഇവിടെ തിരിക്കുന്നു. ഞാൻ ആഴ്ചയും കൂടി ആഴ്ച ഇനി എടുത്തേക്ക് പോന്നേ റൂമിലേക്കല്ല. റൂമിലേക്കാ വേറെ പോണ്ട. ഇതാരാണ് വിളിക്കുന്നത്? അല്ല അച്ചൂക്ക സൗദിന്ന്. ഒരാളെ സൗദിന്ന് വിളിക്കും. ഹലോ, ഞാനിതാ ബോർഡർ കിടക്കുന്നേ ഉള്ളൂ. നിന്നെ എടുക്കാൻ വേണ്ടി പെരുന്നാക്കൊക്കെ അങ്ങോട്ട്
പെരുന്നാക്കൊക്കെ അങ്ങോട്ടേ വരുന്ന. നിന്റെ കഴിഞ്ഞില്ല, ലീവ് കഴിഞ്ഞില്ല? അത് സർപ്രൈസ് അല്ലേ? പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ മുന്നേ ഞാ- ആ ഇനി അതെടുക്കാൻ പൊട്ടിക്കണ്ടേ വേറെ പ്രശ്നമുണ്ട്. ഇനി ഉണ്ടാകുന്ന ഇനിയിപ്പൊ തിരിച്ചു പോകാൻ കഴിയാ. നമ്മള് സൗദിന്റെ ബോർഡറിൽ എത്തി, സൗദി ബോർഡറിലെത്തി. പോണോ? നീ വരുന്നില്ല തിരിച്ചിട്ട്? അതിനൊക്കെ വിഷയമുള്ള ഫുള്ള് സ്വാധീനമായിക്ക് ബോർഡറിൽ ഫുള്ള് സ്വാധീനാണ്. റഷീദിന്റെ ഫോട്ടോ വെച്ചു അടുത്ത ചുമരുമല്. കാര്യാടാ ഞങ്ങള് ബോർഡർ കടന്ന് അങ്ങത്തിരി വിളിക്കാം. ഓക്കെ ഓക്കെ ശരി. എടാ 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 ചെക്കടാ വെറുതെ ഇതാ പറ്റിക്കണ്ട. എടാ ഞമ്മള് ഞാൻ എന്തായാലും അങ്ങനത്തേന് വിളിക്കാം. എടാ ഞാൻ തള്ള മറ്റേ ഡ്രൈവറെ പാസ്പോർട്ട് എടുക്കാണ്ട് വന്നു. മാമ ഡ്രൈവറെ പാസ്പോർട്ട് പറഞ്ഞു. എടാ അത് കൊടുക്കാൻ വന്നു. ആടാ അത് കൊടുക്കാൻ വേണ്ടി വന്നതാ. എടാ എടാ അച്ചു പെരുന്നാക്ക് പ്ലാൻ ആക്കണോടാ. എടാ ബോറടിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്താന്ന് ചെയ്യണ്ടേ? അങ്ങോട്ട് വരാൻ ഞാൻ എന്തായാലും കല്ല് കൊല്ല് 1000 ഉറുപ്പ്യ ഫൈൻ ഉണ്ട് എൻ്റെ. ആ ഫൈനും അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, എന്തായാലും പെരുന്നാക്ക് സെറ്റാക്കാം. ഞാൻ എന്തായാലും റൂമിലെത്തിയിട്ട് വിളിക്കാം, എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അന്നേരം ഞാനും ആരിസും കൂടി നേരെ കുസാമ ഹോട്ടൽ ബാർബിക്യൂ ഇന്ന് മോംസ്റ്റേ പോവാം. മോംസ്റ്റേയിലേക്ക് പോയി ഒന്ന് ഫുഡ് കഴിക്കാൻ. അച്ചു ഗുഡ് നൈറ്റ്. ഞാൻ വിളിക്കും രാത്രി മെസ്സേജ് അയക്കാം. അപ്പൊ നമ്മുടെ അച്ചു വന്നത്, നമ്മുടെ അച്ചു സൗദിയിലുള്ളത്. അച്ചുവിന് ഭയങ്കര വിഷമമാണ്. ഒറ്റക്കായിപ്പോയാടാ. നമ്മളെല്ലാരും കൂടി ഇത്ര കാലം ഇവിടെ ഉണ്ടായതാണ്. 17-18 വർഷം ഞാനും അച്ചു എല്ലാം ഒപ്പം ഉണ്ടായതാണ്. എന്തായാലും അച്ചുവിൻ്റെ അടുത്ത് പോകണം. എന്തായാലും ഒരു സൗദി ട്രിപ്പ് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മൾ നേരെ ഇനി മോംസ്റ്റേ. അച്ഛ ഇന്ത്യ വരല്ലേ ഫുഡ്? വാ എന്നാ അതെടുത്ത വണ്ടിയാ. കപ്പക്ക ബത്തക്ക കപ്പക്ക. അച്ഛൻ എന്താ ഉള്ളത്? വെറുതെ കേരളമൊക്കെ നോക്കണ്ട. ഇപ്പൊ അറിയാൻ എന്താണ് സ്പെഷ്യൽ പറയും. അച്ഛൻ കേരളമൊക്കെ നോക്കുന്നുണ്ട്. എന്താ അച്ഛാ വേണ്ടേ? ഒന്നും കൂടി സൗദി ബോർഡറിൽ പോണ്ടയാ? എന്താ വേണ്ടേ? ബാർബിക്കോ ആ സ്പൈസി. നമ്മളിതുവരെ വന്നിട്ടില്ലല്ലേടാ? നല്ല സെറ്റപ്പെല്ലാം കേട്ടാ. ലിഫ്റ്റ് എല്ലാം ഉണ്ട്. നോക്കിയാ ലിഫ്റ്റ് നോക്കിയാ ഹോട്ടലില് ആദ്യമായിട്ടാണ് ലിഫ്റ്റ് കാണുന്നത് അല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കോമ്പിനേഷൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊള്ളാട്ടാ, അടിപൊളി. അപ്പോൾ നമ്മൾ ഫുഡ് വന്നു. ചിക്കൻ ബാർബിക്യൂ, റൊട്ടി. ഇത് ആരിസന്തോ ഓർഡർ ചെയ്യുന്നതാണ്. അത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. ആരിസന്തല്ലോ ഓർഡർ ചെയ്തത്. ആഴ്ച വേഗം ഒരു ഡ്യൂ എടുത്തേ. ഏനാ ഡ്യൂ ഇങ്ങോട്ട് ഡ്യൂ. ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാം. എങ്ങനെയുണ്ടാ ബാർബിക്യൂ? ഒരു കഷ്ണം ടേസ്റ്റ് നോക്കുക ഫസ്റ്റ്. ഇതിൻ്റെ ഫോണാൻ കഴിച്ചു ഞാനിതിപ്പോൾ ഓഫാക്കും നെറ്റ്. എന്ത് കഴിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞാനും ആർസും കൂടി ചെറിയൊരു ട്രിപ്പിന് ശേഷം വലിയൊരു ഫുഡ് അടിച്ചു. വലിയൊരു ഫുഡല്ല, വലിയൊരു ഓട്ടത്തിന് ശേഷം ചെറിയൊരു ഫുഡ് കഴിഞ്ഞു. എന്നെ കൊണ്ട് പറയിക്കണ്ടായിരുന്നു. അടിപൊളി ഹെവി ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു, മോശമില്ല. ഫുഡ് സൂപ്പറാണ്. അതിന് കണക്കായിട്ടുള്ള സ്പൈസി ഉണ്ട് അല്ലേ? അത്യാവശ്യം പൈസ ഉണ്ട്. ബാർബിക്യൂ നല്ല 16 റുപ്യ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ 15 വരെ എല്ലാം കഴിച്ചിന്. 15 വരെ ഉണ്ടായിട്ടുണ്ട്. 16
പക്ഷേ ഇത് എക്സ്ട്രാ ഐറ്റംസ് ഉണ്ട്, ഇതൊക്കെ ഐറ്റംസ് ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ സ്പെഷ്യൽ റൊട്ടിയാണ്. അന്നേരം അതാണ് ചെറിയ വിശേഷങ്ങള്. എന്തെല്ലോ എവിടെയോ നമ്മൾ പോകേണ്ടതാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ ശരിക്കും ഖത്താറയിൽ പോകേണ്ട ആൾക്കാരാണ് നേരെ സൗദിയിലേക്ക് എത്തിയത്. അന്നേരം ഇതാണ് ഇന്നത്തെ ചെറിയ വിഷയം. പാസ്പോർട്ട് എടുത്ത് തന്നെ കിട്ടും, ഞാൻ അവിടെ വെച്ചോളൂ. അന്നേരം അടുത്ത നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശുഭദിനം. പോകാം മുംബൈയിലേക്ക്. ഓക്കെ, ബൈ ബൈ.